നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി ദിവ്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിപ്ലവത്തിലാണ്. എന്നെ തെറി പറയുന്നേ, എന്നെ അപമാനിക്കുന്നേ, എന്നെ പറഞ്ഞാലുണ്ടല്ലോ അകത്താക്കും, കേസ് കൊടുക്കും, ഇങ്ങനെ വെല്ലുവിളികൾ എഴുതി ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും. ചുവട്ടിൽ അടിമ കമ്മികൾ വന്ന് ദിവ്യ സഖാത്തിട, മാസിട, ക്ലാസിട ഡയലോഗ് ഗീച്ചു. ജയ് വിളിക്കാൻ ഇതുപോലെ അടിമകൾ ഇല്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഭാവി എന്താകുമായിരുന്നു? അങ്ങനെ ഭാവിയും ഭൂതവും വർത്തമാനവും തൊലഞ്ഞു പോകാറായി CBI പേടിയിൽ കഴിഞ്ഞ സഖാത്തി ഇപ്പോൾ വിളവെടുപ്പിലാണ്. അങ്ങ് കാന്തല്ലൂർ തോട്ടത്തിൽ ക്യാരറ്റ് പറിക്കാൻ പോയേക്കുകയാണ്. പറഞ്ഞു വരുന്നത്, പി ദിവ്യ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ദിവ്യയ്ക്കും ഭർത്താവിനും ബിനാമി സ്വത്ത് ഇടപാടുകൾ ഉണ്ടെന്ന ആരോപണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആരോപണം ഉന്നയിച്ച KSU നേതാവിനെയും വലതുപക്ഷക്കാരെയും പരിഹസിച്ചുകൊണ്ടാണ് കമ്പനിയുടെ പോസ്റ്റ്. സഖാത്തി ക്യാരറ്റ് പിഴുതെടുക്കുന്ന വീഡിയോ, മേമ്പൊടിക്ക് മലമേലെ വിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. പിന്നെ ചേച്ചി മിടുക്കിയല്ല, ജഗജില്ലിയാന്ന് അന്നത്തെ യോഗം കൊണ്ട് മലയാളിക്ക് ബോധ്യപ്പെട്ടതാണല്ലോ. എന്തായാലും വലിയൊരു പാട്ടൊക്കെ വെച്ച് ഒരു BGM ഒക്കെ ഇട്ട് ചേച്ചി വീണ്ടും ക്ലാസ് ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കാന്തല്ലൂരിൽ ക്യാരറ്റ് പറിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹീറോയിസം കാണിച്ചതാ, പക്ഷെ ഒത്തില്ല. കമന്റ് ബോക്സിൽ പൂര തെറിവിളിയാണ്. എന്തൊരു തൊലിക്കെട്ടി എന്ന ചോദ്യമാണ് ഉയരുന്നത്. കണ്ടവന്റെ കാശ് നക്കുന്നതും ബിനാമി ഇടപാടുകൾ ഉള്ളതും വലിയ കേമമാണെന്ന് കരുതുന്ന കൂട്ടത്തോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാണ് കമ്പനിക്കുള്ള മറുപടി. എന്തായാലും പി ദിവ്യ കൊലവിളി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും ഒരു പോസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: KSU നേതാവ് മുഹമ്മദ് ഷമ്മാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ 3 മാസമായി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളിൽ ഒന്ന്, പാലക്കയം തട്ടിൽ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും സ്വന്തമായി ഉണ്ട് എന്നൊക്കെയായിരുന്നു. ഇന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് നടത്തിയ പത്രസമ്മേളനത്തിൽ ബിനാമി കമ്പനിയുമായി ചേർന്ന് 4 ഏക്കർ ഭൂമി വാങ്ങിയെന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് ഷമ്മാസ് തെളിയിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. പഴയ ആരോപണം പുതിയ കുപ്പിയിലാക്കി വന്ന് പത്രസമ്മേളനം നടത്തിയ KSU ജില്ലാ നേതാവിനോട് മറ്റൊരു കാര്യം കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞ പാലക്കയം തട്ടിലെ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും ഭർത്താവിന്റെ പേരിലെ ബിനാമി പെട്രോൾ പമ്പും ഒന്ന് തെളിയിച്ച് തന്നിട്ട് വേണം പുതിയ ആരോപണം. എന്റെ കുടുംബത്തിന്റെ പേരിൽ നടത്തുന്ന വ്യാജ പ്രചാരണത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. മുഹമ്മദ് ഷമ്മാസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും പി ദിവ്യ. ഇതായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. നവീൻ ബാബു മരണപ്പെട്ടതിന് ശേഷം ആദ്യം ഉയർന്ന ആരോപണമായിരുന്നു ദിവ്യയ്ക്കും ഭർത്താവിനും ബിനാമി ഇടപാടുകൾ ഉണ്ട് എന്ന്. പിന്നെ ദിവ്യ ഉൾപ്പെട്ട സംഘത്തിനെ കണ്ടുകൂടാത്ത കണ്ണൂരിലെ CPM നേതാക്കളിൽ നിന്നുൾപ്പെടെ ബിനാമി ആരോപണത്തെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ പുറത്തു വന്നിരുന്നു. പ്രശാന്തൻ എന്ന ഗജ ഫ്രോഡ് പെട്രോൾ പമ്പിന് NOCയുമായി പോകുന്നു. അതും പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരൻ കോടികൾ മുടക്കേണ്ട പെട്രോൾ പമ്പ് തുടങ്ങുന്നു. എവിടെ നിന്നാണ് ഈ കോടികൾ എന്ന് പ്രശാന്തൻ ഒന്ന് തെളിയിക്കണം. മറ്റാരും പെട്രോൾ പമ്പ് കൊട്ടേഷന് വരുന്നില്ല, പ്രശാന്തന് തന്നെ അനുമതി കിട്ടുന്നു. അതും എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് തെളിയിക്കണം. അതായത് കമ്മികൾ. അതൊക്കെ ഏത് വഴിക്കൂടെ ആയിരുന്നു എന്ന് ചേച്ചി കൂടി ഒന്ന് വ്യക്തമാക്കി തരണം. അതും പോകട്ടെ, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ദിവ്യയോട് പ്രശാന്തൻ പറയുന്നു. അതെന്തിനാണ് ദിവ്യയോട് പ്രശാന്തൻ പറയുന്നത്? അയാൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നവീൻ ബാബു കൈക്കൂലി ചോദിക്കുമ്പോൾ അത് നേരിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയല്ലേ അറിയിക്കേണ്ടത്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങുന്ന സമയത്ത് ഉദ്യോഗസ്ഥർക്ക് നവീൻ ബാബുവിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ഈ വളഞ്ഞ വഴി എന്തിനാണ് പ്രശാന്തൻ ഉപയോഗിച്ചത്? അത് ചിലപ്പോൾ ഈ ദിവ്യയുമായുള്ള അടുപ്പം കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയാം. സതുദ്ദേശം ദിവ്യ ഉടനെ CMന് പരാതി കൊടുക്കണമെന്ന് പ്രശാന്തനോട് പറയുന്നു. പിന്നെ ഉടൻ തന്നെ പ്രശാന്തൻ പരാതിപ്പെടുന്നു. പക്ഷെ അങ്ങനെ ഒരു പരാതി CM ഓഫീസിൽ കിട്ടിയിട്ടില്ലല്ലോ. അത് CMന്റെ ഓഫീസിന് തന്നെ ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നതാണ്. അണ്ണൻ കൊടുത്ത വ്യാജ പരാതിയിൽ 2 ഒപ്പ്. അതെ, എനിക്ക് 2 ഒപ്പുണ്ടെന്ന് പ്രശാന്തന്റെ ന്യായീകരണ ക്യാപ്സൂൾ തൊട്ടു പിന്നാലെ വരുന്നു. അവന് 2 ഒപ്പ് മാത്രമല്ല 2 തന്തയും ഉണ്ടെന്ന് അന്ന് മലയാളികൾ കൂട്ടത്തോടെ എയറിൽ കയറ്റിയതൊക്കെ മറന്നോ ദിവ്യ സഖാത്തി?
നവീൻ ബാബു കേസിൽ മടിയിൽ കനമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ചേച്ചി CBI അന്വേഷണത്തെ നിങ്ങൾ അത്ര കണ്ട് ഭയപ്പെട്ടത്? അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. എനിക്കെതിരെ ഒരു കളങ്കം വരുന്നു, അത് ആ കളങ്കം ഞാൻ തെറ്റുകാരിയല്ല എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഒരു രാഷ്ട്രീയക്കാരിയാണ്. എന്റെ കൈകളിൽ കറ പുരണ്ടിട്ടില്ല എന്ന് എന്നെ വിജയിപ്പിച്ച് വിട്ട ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് CBI അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് ഒരു 2 വരി നിങ്ങൾ പറയാതിരുന്നതെന്ന്. CBI എന്ന് കേട്ടപാടെ പാർട്ടി സെക്രട്ടറി, പിന്നാലെ മുഖ്യമന്ത്രി, എല്ലാവരും അന്വേഷണം വേണ്ട, CBI വരണ്ട എന്നൊരു ഒറ്റ പറച്ചിലായിരുന്നു. ആ സമയത്തൊക്കെ ദിവ്യയുടെ പൊടി പോലും ഫേസ്ബുക്കിൽ കാണാനില്ലായിരുന്നു. ഇതുപോലത്തെ മാസ് വീഡിയോകളൊന്നുമില്ലായിരുന്നു. മാധ്യമങ്ങളെ പേടിച്ച് ചേച്ചി പുറത്തിറങ്ങാറേയില്ലായിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നാൽ നവീൻ ബാബു മരണത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഇവർക്കറിയാം. ബിനാമി ഇടപാട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. പലതും പുറത്താകും, പലരും അകത്താകും. ചേച്ചിക്ക് BP കൂടി കിടപ്പിലായതൊക്കെ അങ്ങാടിപ്പാട്ടാണ്. ഹൈക്കോടതി CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഒന്ന് തല പൊക്കിയത്. പിന്നീടാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിപ്ലവമൊക്കെ തുടങ്ങുന്നത്. പക്ഷേ ആശ്വസിക്കാറായിട്ടില്ല. നവീന്റെ ഭാര്യ നിയമ നടപടികളുമായി മുൻപോട്ട് പോകും. അവർ സുപ്രീം കോടതിയിൽ പോകുമെന്നാണ് വിവരങ്ങൾ. CPM നേതാക്കൾക്ക് ബിനാമി ഇടപാടുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങണോ സഖാത്തി? പ്രത്യേകിച്ച് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും, രാഷ്ട്രീയക്കാരൊക്കെ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പണിയെടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾ മലയാളികൾക്കൊരു ആശ്വാസം. ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ അഴിമതി ആരോപണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ടാണ് കണ്ണൂരിൽ നിന്നുള്ള ദിവ്യയുടെ ഗീർവാണമടികൾ നമ്മൾ തൊണ്ട തൊടാതെ വിഴങ്ങണം എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഫാൻസുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി 1-2 കുറിപ്പുകളൊക്കെ എഴുതിയിട്ടോളൂ. അതിന്റെ താഴെ വന്ന് അടിമക്കമ്മികൾ ജയ് വിളിക്കും. പക്ഷേ കേരള സമൂഹം ഒന്നാകെ അതെല്ലാം അങ്ങ് വിശ്വസിക്കും എന്ന് കരുതരുത്. ചേച്ചി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് KSUക്കാരനെതിരെ കേസ് കൊടുക്കുമെന്നാണ് വെല്ലുവിളി. ആർക്കാണ് കേസ് കൊടുക്കുന്നത്? ഇവരുടെ കക്ഷത്തിരിക്കുന്ന പിണറായി പോലീസിന്. അടിപൊളി, നല്ല മികച്ച ഒരു ഇതാണിത്. വെറുതെ ചിരിപ്പിക്കാൻ നിൽക്കരുത്. എന്തിന്? നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസ് ഉൾപ്പെടെ ഇവരുടെ തലയിൽ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഇതേ പോലീസ് PP ദിവ്യയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയത്. അതൊക്കെ കേരളം കണ്ടതാണ്. അതുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കും, ഞങ്ങൾക്കെതിരെ പറയുന്നവരെ പിടിച്ച് അകത്തിടും. അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പോയി കാണിക്കുക. നിങ്ങളുടെ ഈ വെല്ലുവിളികൾ കണ്ടൊന്നും പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരല്ല എല്ലാവരും. പിന്നെ PP ദിവ്യക്ക് എതിരെ ഉയർന്നിരിക്കുന്നത് ആ ചെറിയ ആരോപണങ്ങളൊന്നുമല്ല. PP ദിവ്യക്ക് ബിനാമി സ്വത്ത് ഇടപാടുകൾ ഉണ്ട് എന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ അഴിമതികളുടെയും ബിനാമി സ്വത്തുക്കളുടെയും രേഖകളാണ് പുറത്തുവിട്ടത് എന്ന് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ നൽകിയത് സ്വന്തം ബിനാമി കമ്പനിക്കാണെന്നും കമ്പനി ഉടമയായ ബിനാമിയുടെയും PP ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉള്ളത്. അത്തരത്തിൽ ഒരു ആരോപണം വരുമ്പോൾ ശരിയാണോ, ഒരു അന്വേഷണം നടത്തണം എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷേ അവിടെയാണ് മുൻപ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം. അന്വേഷണം നടത്തുന്നത് ആരാ? ഇവരുടെ തന്നെ പോലീസാണ്. അപ്പോൾ പിന്നെ ദിവ്യക്കെതിരെ ചെറുവിരൽ പോലീസ് അനക്കില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം വന്നാൽ അതിനെ സ്വാഗതം ചെയ്യാൻ ദിവ്യ തയ്യാറാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നിങ്ങൾക്ക് നേരെ ഉയർന്നിരിക്കുന്നത് ചെറിയ ആരോപണങ്ങളൊന്നുമല്ല. ഒരു മനുഷ്യനെ കൊന്നു കെട്ടിത്തൂക്കി എന്നുള്ള ആരോപണം. 2, വലിയ ബിനാമി ഇടപാടുകൾ നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഉണ്ട് എന്നുള്ള ആരോപണം. അങ്ങനെ ഇപ്പോൾ വലിയ ഒരു ആരോപണത്തിന് നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണോ എന്നുള്ള സമൂഹത്തിന്റെ ചോദ്യം പ്രസക്തമാണ്. അതിന് നിങ്ങൾ തയ്യാറാണോ? അല്ലാതെ ഈ വെല്ലുവിളികളും മാസും ക്ലാസും കാണിച്ചുള്ള വീഡിയോയും 2 വരി പോസ്റ്റും ഒന്നും കൊണ്ട് കാര്യമില്ല. എന്തായാലും അത്ര സുരക്ഷിതമൊന്നുമല്ല ദിവ്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ജീവിതം എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ തന്നെയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി അത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ കയ്യിലാണ്. എന്തായാലും ഇനി പുതിയ ചില വെല്ലുവിളി പോസ്റ്റുകളും അതുപോലെ തന്നെ ഹീറോയിസവുമായി എന്തായാലും ചേച്ചി വീണ്ടും വരും എന്ന് ഉറപ്പാണ്. കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.